പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:4 യേശു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മനുഷ്യന് ജീവിക്കാൻ ആഹാരം അഥവാ അപ്പം ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് യേശു പറയുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനം? യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, വചനം ദൈവം തന്നെയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവം തന്നെയാണ്. മനുഷ്യന് ജീവിക്കാൻ അപ്പം മാത്രം പോരാ, ദൈവത്തിൻ്റെ വചനവും ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഇരുൾ നിറഞ്ഞ വഴിയിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് പ്രകാശം കൂടിയേ തീരൂ. ഇതുപോലെ നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ പ്രകാശം പരത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ. സുഭാഷിതം 6:22 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മുടെ വഴികാട്ടിയാണ്. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. സുഭാഷിതം 4:22 തിരുവചനം പറയുന്നു, എൻ്റെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, എന്തെന്നാൽ അവ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? നാം പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന്. എന്തുകൊണ്ടാണ് നമുക്ക് ആ തെറ്റുകൾ പറ്റുന്നത്? മത്തായിയുടെ സുവിശേഷം 22:29 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത് എന്ന്. വചനം പാലിക്കുന്നവർക്ക് തെറ്റുകൾ പറ്റുകയില്ല. ദൈവവചനത്തിൻ്റെ ശക്തി എന്താണ്? എബ്രായർ 4:12 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കും. യോഹന്നാൻ 15:3 യേശു പറയുന്നു, ഞാൻ പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം അന്ധതയിൽ നിന്നും അജ്ഞതയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് മോചനം നൽകും. അത് നമ്മെ പ്രത്യാശയിൽ ലോകത്തിലേക്ക് നയിക്കും. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്? 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. നാം എപ്പോഴും ചിന്തിക്കുന്നതും നാം ജീവിക്കുന്നതും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. ആ വിധത്തിലാണ് നാം ജീവിതത്തെ കൊണ്ടുപോകുന്നത്. എന്നാൽ അത് ദൈവഹിത പ്രകാരമാകണം എന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി എപ്രകാരമാണ് ദൈവിക നീതിയിൽ ജീവിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവത്തിൻ്റെ നീതിയിൽ നാം ജീവിച്ച് നന്മകൾ ചെയ്യുന്നതിന് നമ്മെ പ്രാപ്തരാക്കുകയും സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റുകയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.